ദർശനത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയടി, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരു ഓലമടൽ താഴോട്ട് വീഴുന്നത് കണ്ടു, ചക്ക വഴുതിരിക്കുന്നത് കണ്ടു, ഒരാന ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്ക്, ചക്കയും മാങ്ങയും തേങ്ങയൊന്നും അല്ല, ദർശനം എന്ന് പറയുന്നതിനൊരു ക്ലാരിറ്റി ഉണ്ട്. യോഹന്നാനോട് ചോദിക്കണം, പത്മോസിൽ കണ്ട ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായ തേജോമയനായ ക്രിസ്തു ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അപ്പം നോക്ക്, ദർശനം എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചക്കയും മാങ്ങയും തേങ്ങയും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് വേദപുസ്തകം പറയുന്നത് സ്വപ്നം എന്നാണ്. ഒരു സ്വപ്നം യോസേഫ് കണ്ടല്ലോ, നെൽക്കതിരും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ കണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനം ആവശ്യമുണ്ട്, ദർശനത്തിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്.